ശാസ്ത്രലോകത്തെ അംഗീകരിക്കപ്പെട്ട സിദ്ധാന്തങ്ങളിൽ പ്രധാനമാണ് മഹാവിസ്ഫോടന സിദ്ധാന്തം. ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി എന്നതിന് ഈ സിദ്ധാന്തം ഉത്തരം നൽകുന്നു. ഒരു കേന്ദ്ര ബിന്ദുവിൽ നിന്ന് പ്രപഞ്ചം പെട്ടെന്ന് വികസിച്ചുവെന്നും പ്രപഞ്ചം അനന്തമല്ലെന്നും ഈ സിദ്ധാന്തം സമർത്ഥിക്കുന്നു. 20-ാം നൂറ്റാണ്ട് വരെ ശാസ്ത്രജ്ഞർ മനസ്സിലാക്കി വെച്ചിരുന്നത് പ്രപഞ്ചം അനന്തവും അതിന് കാലപ്പഴക്കം നിർണ്ണയിക്കാനാവില്ലെന്നുമായിരുന്നു. ഗുരുത്വാകർഷണത്തെ പറ്റിയുള്ള പരിമിതമായ അറിവായിരുന്നു ഈ നിഗമനത്തിന് കാരണം. മഹാവിസ്ഫോടന സിദ്ധാന്തം അംഗീകരിക്കപ്പെടാൻ കാരണം 3 പ്രധാന കണ്ടെത്തലുകളാണ്. ഐൻസ്റ്റീന്റെ ആപേക്ഷിക സിദ്ധാന്തം ഗുരുത്വാകർഷണത്തെ പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ നമ്മളെ സഹായിച്ചു. എഡ്വിൻ ഹബിൾ എന്ന സയന്റിസ്റ്റ് ഗാലക്സികൾ തമ്മിൽ പരസ്പരം അകന്നു പോകുന്നെന്ന് കണ്ടെത്തി. 1964 പ്രാപഞ്ചിക പശ്ചാത്തല വികിരണം കണ്ടുപിടിക്കപ്പെട്ടു. പ്രപഞ്ചം ഉണ്ടായ സമയത്ത് പ്രപഞ്ചം മുഴുവൻ വ്യാപരിച്ച ഒരു റേഡിയേഷനാണിവ. ഹബിൾ സ്പേസ് ടെലിസ്കോപ്പിന്റെ നിരീക്ഷണങ്ങൾ പ്രകാരം പ്രപഞ്ചം അതിവേഗത്തിൽ വികസിച്ചുകൊണ്ടിരിക്കുന്നു. എങ്ങനെയായിരിക്കാം മഹാവിസ്ഫോടനത്തിൽ നിന്ന് ഇന്ന് കാണുന്ന പ്രപഞ്ചം വരെ എത്തിയത്? ഒന്നുമില്ലായ്മയിൽ നിന്ന് ആ മഹാവിസ്ഫോടനം ഉണ്ടായത് എങ്ങനെ? മഹാവിസ്ഫോടനം ഒരു പൊട്ടിത്തെറിയല്ല, ഒരു കേന്ദ്ര ബിന്ദുവിന് വേഗത്തിൽ വികാസം പ്രാപിച്ച അവസ്ഥയാണ് മഹാവിസ്ഫോടനം എന്ന് പറയുന്നത്. ഒരു ചെറിയ ബലൂണിൽ കാറ്റ് നിൽക്കുമ്പോൾ വികസിക്കുന്നത് പോലെ പ്രപഞ്ചത്തിന് അതിരുകളില്ല. യഥാർത്ഥത്തിൽ പ്രപഞ്ചമല്ല വികസിച്ചത്, അതിനിടയിൽ സ്പേസ് ആണ്. വളരെ കൂടിയ താപനിലയും മർദ്ദവുമായിരുന്നു ആ നിമിഷങ്ങളിൽ. ആ അവസ്ഥ ഗ്ലൂയോണുകൾ എന്ന കണികകളെ സൃഷ്ടിച്ചു. ഈ ഗ്ലൂയോണുകൾ ക്വാർക്കുകൾ എന്ന കണികകളുടെ ജോഡി സൃഷ്ടിച്ചു. ക്വാർക്കുകൾ പരസ്പരം നശിച്ച് പുതിയ ഗ്ലൂയോണുകൾ ഉണ്ടായി. ഇത് ഒരു ലൂപ്പ് പോലെ നടന്നുകൊണ്ടിരുന്നു. ക്വാർക്കുകൾ പുതിയ കണങ്ങളെ നിർമ്മിച്ചു. ഹാഡ്രോൺ എന്നാണ് അവയെ വിളിക്കുന്നത്. പ്രോട്ടോൺ, ന്യൂട്രോൺ ഇവയെല്ലാം ഹാഡ്രോൺ വിഭാഗത്തിൽ പെടുന്നവയാണ്. പ്രോട്ടോണും ന്യൂട്രോണും മാത്രമല്ല, ഒരുപാട് കണികകൾ നിർമ്മിക്കപ്പെട്ടു. അവയിൽ പലതും ഉടൻ നശിച്ചുപോയി. ഒരു വലിയ പ്രാപഞ്ചിക ബലത്തിന് പകരം ഫോഴ്സ് 4 എണ്ണമായി വേർതിരിഞ്ഞു. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്, ഗ്രാവിറ്റേഷൻ എന്നിവയാണവ. ഇപ്പോഴേക്കും പ്രപഞ്ചത്തിന് 1 കോടിയിലധികം വിസ്തീർണമായി. അത് കാരണം ക്വാർക്കുകൾ ഉണ്ടാകുന്നതും തിരിച്ചവ ഗ്ലൂയോണുകളാകുന്നതും പെട്ടെന്ന് നിന്നു. മഹാവിസ്ഫോടനം നടന്നിട്ട് ഇപ്പോൾ 1 സെക്കൻഡ് ആകുന്നു. പ്രപഞ്ചത്തിന്റെ വ്യാസം 100 കോടി കിലോമീറ്റർ കടന്നു. പ്രപഞ്ചത്തിന്റെ താപനില വീണ്ടും കുറഞ്ഞതോടെ ന്യൂട്രോൺസ് അഴുകലിന് വിധേയമായി പ്രോട്ടോൺ ആകാൻ തുടങ്ങി. അങ്ങനെയാണ് ആദ്യത്തെ ആറ്റം ഉണ്ടായത്. അതാണ് ഹൈഡ്രജൻ ആറ്റം. കൂടുതൽ ആറ്റംസ് ഹാഡ്രോണിൽ നിന്നും ഇലക്ട്രോണിൽ നിന്നും ഉണ്ടായി. പ്രപഞ്ചം കൂടുതൽ സന്തുലിതാവസ്ഥ പ്രാപിക്കാൻ തുടങ്ങി. ചിലർ ഈ കാലഘട്ടത്തെ ഡാർക്ക് ഏജ് എന്ന് വിളിക്കുന്നു. കാരണം ഈ സമയത്ത് നക്ഷത്രങ്ങൾ ഉണ്ടായിട്ടില്ല. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം ഹൈഡ്രജൻ ഗ്യാസ് കൂടിച്ചേരുകയും ഗുരുത്വാകർഷണം അവയിൽ മർദ്ദം കൊടുക്കുവാനും തുടങ്ങി. അങ്ങനെയാണ് ആദ്യ നക്ഷത്രങ്ങളും ഗാലക്സികളും ഉണ്ടായത്. ഇന്നും മഹാവിസ്ഫോടനത്തിന്റെ തുടക്കത്തെപ്പറ്റി ശാസ്ത്രത്തിന് അറിയില്ല. മഹാവിസ്ഫോടനം തുടങ്ങിയ ആ അവസ്ഥയിൽ ഇന്നത്തെ പ്രകൃതി നിയമങ്ങൾക്ക് പ്രാധാന്യമില്ല. സമയം പോലും നിശ്ചലമാകുന്ന അവസ്ഥ. അവിടെ എന്താണ് സംഭവിച്ചതെന്ന് അറിയണമെങ്കിൽ ആപേക്ഷിക സിദ്ധാന്തവും ക്വാണ്ടം മെക്കാനിക്സും യോജിപ്പിച്ച പുതിയൊരു സിദ്ധാന്തം വേണ്ടിവരും. അത് രൂപപ്പെടുത്തിയെടുക്കാനുള്ള പ്രയത്നത്തിലാണ് സയന്റിസ്റ്റുകൾ ഇപ്പോൾ. മഹാവിസ്ഫോടനത്തിന് മുമ്പ് മറ്റൊരു പ്രപഞ്ചം ഉണ്ടായിരുന്നു. അതോ നമ്മുടെ ഈ പ്രപഞ്ചമാണോ ആദ്യത്തേത്? എന്താണ് മഹാവിസ്ഫോടനം ഉണ്ടാകാനുള്ള കാരണം? അതോ അത് തനിയെ സംഭവിച്ചതാണോ? നമുക്കറിയില്ല. ഒരുപക്ഷെ ഒരിക്കലും അറിഞ്ഞില്ലെന്നും വരാം. നമുക്ക് ഇപ്പോൾ അറിയാവുന്നത്
മഹാവിസ്ഫോടനത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടായതെന്നാണ്. ആ മഹാവിസ്ഫോടനത്തിന്റെ ബാക്കി ശേഷിപ്പുകളാണ് ഭൂമിയും കണികകളും നക്ഷത്രങ്ങളും നിങ്ങളും. നമ്മുടെ ശരീരത്തിലെ കാൽഷ്യം, കാർബൺ, നൈട്രജൻ എല്ലാം നക്ഷത്രങ്ങളുടെ ഉൾക്കാമ്പുകളിൽ ഉണ്ടായതാണ്. നമ്മളും പ്രപഞ്ചവും തമ്മിൽ വലിയ അന്തരമില്ല. നമ്മളും പ്രപഞ്ചത്തിന്റെ ഭാഗം തന്നെയാണ്. പ്രപഞ്ചം ലിവിങ് മാറ്ററായി നമ്മളിലൂടെ സ്വയം എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്നും പറയാം.